Hi guys, welcome back to my channel guys. നമ്മുടെ ഫ്രാങ്കിളിനാണെങ്കിൽ ഗൈസ് എന്തോ ഒരു ഫോൺ കോൾ വന്നു ഗൈസ്. നമ്മുടെ ആർമിയുടെ ആളായ ഗൈസ്. അയാളെന്തെങ്കിലും എന്തെങ്കിലും കുരുക്കുള്ള കാര്യമായിരിക്കുമല്ലോ ഗൈസ് നമ്മുടെ ഫ്രാങ്കിളിനെ ആയിരുന്നത്. ഒന്ന് കുളിച്ചിട്ട് പോകാം ഗൈസ്. ഞാൻ എന്തായാലും നല്ലോണം ഒന്ന് കുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എന്താ അയാളെ ഒന്ന് വിളിക്കാം. ഇയാളെന്ന് വിളിക്കട്ടെ ഗൈസ്. അയാളെ നമ്മൾ അടിച്ചിട്ടേക്കുന്ന രാഹുൽ ഗൈസ്. അയാളെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ സാർ, എന്തിനാ സാർ വിളിച്ചത്? ഫ്രാങ്ക്ലിൻ. എന്താ സാർ? ഫ്രാങ്ക്ലിൻ ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ ഗൈസ്. ഇയാൾക്ക് വട്ടാണ് ഹോൾഡ് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. നമുക്കെന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഹലോ, എന്താ സാർ? ഫ്രാങ്ക്ലിൻ, നിങ്ങൾക്ക് ഞാൻ ജോലിയായിട്ട് വന്നേതാ. എന്ത് ജോലിയാ സാർ? എനിക്കറിയാമല്ലോ, ഇപ്പോൾ ഒത്തിരി ഗുണ്ടകൾ എല്ലാ സ്ഥലത്തും നടക്കുന്നുണ്ട്. അതിന് നിന്നെ ഞാൻ ചെറുതായിട്ട് ഒരു ആർമി കയറ്റാൻ പോവാണ്. അതിനു വേണ്ടിയാണ് നിന്നെ ഞാൻ വിളിച്ചത്. നിനക്കത് ചെയ്യാൻ വല്ല പ്രോബ്ലം ഉണ്ടോ? എന്ത് പ്രോബ്ലം സാർ? സാർ, ഞാൻ എന്തായാലും ആ മിലിറ്ററി ബേസിലോട്ട് വരാം കേട്ടോ. ഫ്രാങ്ക്ലിൻ, ഞാനിപ്പോൾ അവിടെ അല്ല. പിന്നെ സാർ ഇപ്പോൾ എവിടാ? ഫ്രാങ്ക്ലിൻ, ഞാൻ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുണ്ട്. നീ എന്തായാലും അങ്ങോട്ട് വാ. ശരി സാർ. അപ്പോൾ ഗൈസ്, ഇയാൾ പറഞ്ഞേക്കുന്ന അയാൾ എയർപോർട്ടിൻ്റെ അവിടെ ഉണ്ടെന്നാണ് ഗൈസ്. നമുക്കെന്തായാലും അങ്ങോട്ടും ഗൈസ്. എന്തിനാണെന്ന് എനിക്കറിയാൻ വയ്യ ഗൈസ്. എന്തെങ്കിലും കുരുക്കുള്ളവനിക്കുമല്ലോ ആയിരിക്കും. അതിന് അങ്ങനെയൊക്കെയല്ലേ ഇയാൾ തരുത്തോളൂ. എന്നാലും നമ്മൾ ഡിഫൻഡർ എടുത്തോണ്ട് അങ്ങോട്ട് പോവാണ്. നമുക്ക് എന്തായാലും നമുക്ക് എയർപോർട്ടിലോട്ട് പോകാം ഗൈസ്. വണ്ടി ഒന്ന് കറക്കി എടുത്തേ ഗൈസ്. പക്ഷെ കുരുക്കായി നല്ല സ്പീഡിലോട്ട് അങ്ങ് പോകാം ഗൈസ്. റോഡും ഒക്കെ നല്ല വിജനമായിട്ട് കിടക്കുന്നു. എന്താണെന്നറിയാൻ വയ്യ. നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷനിലോട്ട് പെട്ടെന്ന് പോകാം ഗൈസ്. ഈ വീഡിയോ കാണിയിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം ഗൈസ്. ഒരാളെ നമ്മൾ അറിയാതെ ഇടിച്ചിട്ട് ഗൈസ്. നമുക്കിവിടെ കേസാവുന്നതിന് മുമ്പേ നമുക്കങ്ങ് പോവാം ഗൈസ്. എനിക്ക് ആരെങ്കിലും വിളിച്ചെങ്ങാനും പോലീസിനെ വിളിച്ചെങ്ങാനും പറഞ്ഞാലേ അത് വലിയ പ്രോബ്ലം ആയിരിക്കും ഗൈസ്. അയാൾ എനിക്ക് ഇവിടെ കണ്ടുള്ളത് ഗൈസ്. ഇതല്ലേ അയാള്? ഇത് തന്നെ ഗൈസ് അയാള്. ഇയാളെന്തുവാ? എയർപോർട്ടിൻ്റെ അതിലെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിയില്ലേ, അതുകൊണ്ടൊക്കെ ആയിരിക്കും ഗൈസ്. അവിടെ അല്ലേ നമ്മുടെ ചേച്ചിയുടെ വീട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇയാളുടെ അടുത്ത് നമുക്ക് ചോദിക്കാം. സാറേ, എന്തിനാ സാറേ വിളിച്ചത്? ഇത് ഫ്രാങ്ക്ലിൻ, ബാ നമുക്ക് നടന്നോണ്ട് സംസാരിക്കാം. ഇയാൾക്ക് എപ്പോൾ ഇതേ ഉള്ളു ഗൈസ്, നടന്നോണ്ട് സംസാരിക്കാൻ പോലും. എന്താ സാർ? ഇതൊക്കെ ഒരു കാര്യം പറയാൻ വിളിച്ചതാ. ഏത് കാര്യമാണ് സാർ? നിനക്കറിയാമല്ലോ നമ്മുടെ ഇവിടെ ജുറാസിക് പാർക്കൊക്കെ ഉള്ള കാര്യം. എനിക്കറിയാം. അതെ, ജുറാസിക് പാർക്കിൽ നമ്മുടെ ഒരു ഡൈനോസറിൻ്റെ DNA നമുക്ക് വേണം. കുറച്ച് ഡൈനോസറിൻ്റെ DNA. DNA വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നടത്താനുണ്ട്. അവിടെ ആരും പോകാൻ ധൈര്യം കാണിക്കത്തില്ല. പിന്നെ നിൻ്റെ കുറച്ച് ഗൺസൊക്കെ ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല. നീ പോവല്ലേ അല്ലേ? ഈ കാര്യം സക്സസ് ആയാൽ നിനക്ക് ഞാൻ കുറേ റിവാർഡൊക്കെ തരുന്നതായിരിക്കും. പിന്നെ അത് മാത്രമല്ല, ഒരു ടൊയോട്ടയുടെ ഒരു സുപ്രയും തരുന്നതായിരിക്കും. അപ്പം ശരി സാർ, ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോൾ ഗൈസ് പറഞ്ഞൊക്കെ കേട്ടോ ഗൈസ്. എന്തൊക്കെ കിട്ടുമെന്നറിയാവോ ഗൈസ്? ഒരു ടൊയോട്ട സുപ്ര, പിന്നെ കുറേ റിവാർഡും കിട്ടും. നമുക്കതൊന്ന് ശ്രമിക്കണം ഗൈസ്. നമുക്ക് എന്തായാലും ഒന്ന് പോയി നമുക്കത് പോയി ചെയ്താലോ ഗൈസ്. ഇനി ഒന്നും ആലോചിക്കാനില്ല, നമ്മൾ പോവാം ഗൈസ്. നമുക്ക് പോയി ചെയ്യാം. മുമ്പേ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. നമ്മളെന്തായാലും വണ്ടി അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. വണ്ടി നമ്മൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. വണ്ടി ഇടിച്ചേ. അയാൾ അവിടെ എത്തിയതേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇതിൻ്റെ വേറൊരു പാട്ട് ഉടനെ ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം ഗൈസ്. അപ്പം നമ്മൾ വീണ്ടും ഒരടുത്ത പാട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.